കൃഷ്ണാമൃതം ചാനലിലേക്ക് എല്ലാ ഗോപന്മാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ അഷ്ടപതി 11-12 ശ്ലോകങ്ങൾ, ഒന്നാമത്തെ അധ്യായത്തിലെ 11-12 ശ്ലോകങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ അധ്യായം 1 ഇന്ന് പൂർണ്ണമാകുകയാണ്. അപ്പോൾ നമുക്കതിൽ ഒന്നാമത്തെ ശ്ലോകം ഒന്ന് കേട്ടു നോക്കാം. ശ്രീജയദേവ കവേരിതമുദിതമുദാരം ശൃണു ശുഭദം സുഗതം ഭവസാരം കേശവാദ്രത ദശവിധരൂപാ കേശവാദ്രത ദശവിധരൂപാ ജയ ജഗദീശ ഹരേ കേശവ ജയ ജഗദീശ ഹരേ. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. ഒന്നാമത്തെ വരി ഇതാണ്: ശ്രീ ജയദേവ കവേരിതം ഉദിതം ഉദാരം ശൃണു ശുഭദം സുഗതം ഭവസാരം കേശവ ധൃത ദശവിധരൂപ ജയ ജഗദീശ ഹരേ. ഇതാണ് ശ്ലോകം. അപ്പോൾ അതിൻ്റെ അന്വയം എങ്ങനെയാണെന്ന് വെച്ചാൽ, ശ്രീ ജയദേവ കവേ ഉദിതം ഉദാരം ശുഭദം സുഗതം ഭവസാരം ശൃണു കേശവ ധൃത ദശവിധരൂപ ജയ ജഗദീശ ഹരേ. ഇതാണ് ഇതിൻ്റെ അന്വയം എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക, അന്വയം അത് പ്രകാരമാണ് നമ്മൾ വാക്ക് പ്രതിയുള്ള അർത്ഥം പറയുന്നത്. ശ്രീ ജയദേവ കവേ, ശ്രീ ജയദേവ കവേ ഉദിതം, ഉദിതം എന്ന് പറഞ്ഞാൽ ഉത്ഭവിക്കുക. അപ്പോൾ ശ്രീ ജയദേവ കവേ ഉദിതം എന്ന് പറഞ്ഞാൽ ജയദേവ കവിയിൽ നിന്നും ഉത്ഭവിച്ചതും, ഉദിതം എന്ന് പറഞ്ഞാൽ ഉത്ഭവിക്കുക, ഉത്ഭവിച്ചതും. ഉദാരം, ഉദാരം എന്ന് പറഞ്ഞാൽ സുന്ദരമായിട്ടുള്ളത്. ശുഭദം, ശുഭദായകമായിട്ടുള്ളത്. സുഗതം, സുഖപ്രധാനമായിട്ടുള്ളത്. ഭവസാരം, ഈ പ്രപഞ്ചത്തിൻ്റെ സാരം. ശൃണു, കേട്ടാലും. കേശവ ധൃത ദശവിധരൂപ, 10 രൂപങ്ങൾ ധരിച്ച, ദശാവതാരങ്ങൾ എടുത്ത കേശവ ജഗദീശ അങ്ങ് ജയിച്ചാലും. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അതായത് ഈ ജയദേവ കവിയിൽ നിന്നും ഉത്ഭവിച്ച ഈ അഷ്ടപതി, അത് എങ്ങനെയാണ്? ഉദാരം, മനോഹരാണ്. പിന്നെ ശുഭദം, ഇത് കേൾക്കുന്നവർക്ക് അല്ലെ ഇത് വായിക്കുന്നവർക്ക്, നിത്യേന ഇത് വായിക്കുന്നവർക്ക് ഇത് എന്ത് ശുഭം പ്രദാനം ചെയ്യുന്നു, നല്ല അവരുടെ ജീവിതത്തിൽ മംഗളങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ് ഏത്? ഈ അഷ്ടപതി, ജയദേവ കവിയിൽ നിന്നും ഉത്ഭവിച്ച ഇത് എന്ത് ചെയ്യുന്നു? ശുഭം പ്രദാനം ചെയ്യുന്നു. അതുപോലെ ഇത് മനോഹരമായിട്ടുള്ളതാണ്. പിന്നെ സുഗതം, സുഗതം എന്ന് പറഞ്ഞാൽ സുഖദായകമായിട്ടുള്ളത്. എങ്ങനെയുള്ള സുഖം? നമ്മുടെ മനസ്സിനും ശരീരത്തിനും. ഇത് കേൾക്കുകയോ ഇത് എന്താണ് നിത്യേന വായിക്കുകയോ ഒക്കെ ചെയ്യുന്നവർക്ക് അവരുടെ ശരീരത്തിനും മനസ്സിനും ഇത് അത്യധികം ആനന്ദം നൽകുന്നു. പിന്നെന്താണ്? ഭവസാരം, ഭവസാരം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ സാരം. അപ്പോൾ ഇവിടെ 2 രീതിയിൽ നമുക്കിതിൻ്റെ അർത്ഥത്തെ, ഈ പ്രപഞ്ചത്തിൻ്റെ സാരം എന്ന് പറയുന്നത് എന്താണ്? പ്രണയം അല്ലേ? പ്രപഞ്ചത്തിൻ്റെ ആ ഒരു സത്ത, ആ ഒരു സാരം എന്താന്ന് പറഞ്ഞാൽ പ്രണയമാണ്. ആരോടുള്ള പ്രണയം? ഭഗവാനോടുള്ള പ്രണയം. അപ്പോൾ ആ ഭഗവാനോടുള്ള പ്രണയം, ആ ഒരു സത്യം, ആ ഒരു പ്രപഞ്ച സത്യം, ആ ഒരു പ്രപഞ്ചത്തിൻ്റെ സാരാംശം അടങ്ങിയിട്ടുള്ളതാണ് ഏത്? ഈ ജയദേവ കവിയിൽ നിന്നും ഉത്ഭവിച്ചിട്ടുള്ള ഈ അഷ്ടപതി. അത് ശൃണു, കേട്ടാലും. പിന്നെ
കേശവാധൃത ദശവിധ രൂപ ജയ ജഗദീശ ഹരേ. അങ്ങനെ ദശാവതാരങ്ങൾ ധരിച്ച ഭഗവാനെ ജഗദീശ അങ്ങ് ജയിച്ചാലും. അപ്പോൾ ഇതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ശ്ലോകം ഒന്ന് കേൾക്കാം. വേദാനുദ്ധരതി ജഗന്തി വഹതി ഭൂഗോളമുദ്ദിഫ്രതി ദൈത്യം ധാരയതി ബലിം ചലയതി ക്ഷത്രക്ഷയം കുർവതി പൗലസ്ത്യം ജയതി ഹലം കലയതി കാരുണ്യമാതന്നുതി മ്ലേച്ഛാൻ മൂർച്ഛയതി ദശാകൃതി കൃതി കൃഷ്ണായ തുഭ്യം നമഃ കൃഷ്ണായ തുഭ്യം നമഃ. അപ്പോൾ നമ്മുടെ 12ാമത്തെ ശ്ലോകം എല്ലാവരും കേട്ടല്ലോ. അതെന്ന് പറയുന്നത് ഭഗവാന്റെ 10 അവതാരങ്ങളെയും സൂചിപ്പിക്കുന്ന ശ്ലോകമാണ്. ഇതിനു മുമ്പ് ഓരോ ശ്ലോകത്തിലായിട്ട് ഓരോ അവതാരമാണ് പറഞ്ഞതെങ്കിൽ ഈ ശ്ലോകത്തിൽ 10 അവതാരങ്ങളെയും വർണ്ണിക്കുന്നു. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. വേദാനുദ്ധരതേ എന്ന് പറഞ്ഞാൽ വേദങ്ങളെ ഉദ്ധരിച്ചവൻ. ഇവിടെ ഭഗവാന്റെ ഏത് അവതാരത്തെയാണ് സൂചിപ്പിക്കുന്നത്? ആദ്യത്തെ അവതാരമായ മത്സ്യാവതാരത്തെ. അത് നമ്മൾ ആ ശ്ലോകം പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ ഇല്ലേ? വേദങ്ങളെ വീണ്ടെടുക്കാനായിട്ട് ഹയഗ്രീവൻ എന്ന് പറയുന്ന രാക്ഷസനെ വധിക്കാനായിട്ട് ഭഗവാൻ മത്സ്യാവതാരം എടുത്തു. ആ കഥയാണ് വേദാനുദ്ധരതേ, വേദങ്ങളെ ഉദ്ധരിച്ചവനും. ജഗന്തി വഹതേ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ വഹിക്കുന്നവൻ അല്ലെങ്കിൽ താങ്ങി നിർത്തുന്നവൻ. അവിടെ ഏതാണ്? മന്ദരപർവ്വതത്തെ കൂർമാവതാരം ആമയുടെ രൂപത്തിൽ താങ്ങി നിർത്തിയതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കൂർമാവതാരത്തെയാണ്. ജഗന്തി വഹതേ എന്ന് പറഞ്ഞാൽ ഈ ജഗത്തിനെ വഹിക്കുന്നവൻ, ഈ ലോകത്തെ വഹിക്കുന്നവൻ. അത് ഏത് അവതാരമാണ്? കൂർമാവതാരം. ഇനി ഭൂഗോളം ഉദ്ദിഫ്രതേ എന്ന് പറഞ്ഞാൽ ഉയർത്തിക്കൊണ്ടുവരിക. അപ്പോൾ ഭൂഗോളം ഉദ്ദിഫ്രതേ എന്ന് പറഞ്ഞാൽ ഭൂഗോളത്തെ ഉയർത്തിക്കൊണ്ടുവന്നവനും. അപ്പോൾ ഭൂഗോളത്തെ ഉയർത്തിക്കൊണ്ടുവന്ന ഏത് അവതാരത്തിലാണ്? വരാഹ അവതാരത്തിലാണ് അല്ലേ? ഹിരണ്യാക്ഷൻ എന്ത് ചെയ്യുന്നു? ഭൂമിയെ എടുത്ത് ജലത്തിനടിയിൽ മറയുമ്പോൾ ഭഗവാൻ വരാഹാവതാരം ധരിച്ച് ചെന്ന് ആ സമുദ്രത്തിനടിയിൽ പോയിട്ട് ഈ ഭൂമിയെ സമുദ്രത്തിനടിയിലാണ് കൊണ്ടുപോയി വെക്കുന്നത്. അപ്പോൾ വരാഹാവതാരം എടുത്തിട്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഈ സമുദ്രത്തിനടിയിൽ പോയിട്ട് തൻ്റെ ആ തേറ്റമേൽ ഈ ഭൂമിയെ ഉയർത്തിക്കൊണ്ട് വരികയാണ് ഇല്ലേ? അതാണ് ഇവിടെ ഭൂഗോള ഉദ്ദിഫ്രതേ എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ദൈത്യം ധാരയതേ എന്ന് പറഞ്ഞാൽ അസുരനെ എന്താണ്? പിളർക്കുന്നവൻ. ദൈത്യൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അസുരൻ. ധാരയതേ എന്ന് പറഞ്ഞാൽ പിളർക്കുന്നവൻ. അപ്പം ദൈത്യം ധാരയതേ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രഹ്ലാദനെ രക്ഷിക്കാനായിട്ട് നരസിംഹാവതാരമായി ഭഗവാൻ അവതാരമെടുത്തിട്ട് ഹിരണ്യകശിപുവിനെ തൻ്റെ നഖങ്ങൾ കൊണ്ട് പിളർന്ന് അല്ലേ? പിളർന്നല്ലേ വധിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈത്യം ധാരയതേ, അസുരനെ പിളർക്കുന്നവനും. ബലിം ചലയതേ എന്ന് പറഞ്ഞാൽ ബലിയെ വഞ്ചിക്കുന്നവനും. ചലയതേ എന്ന് പറഞ്ഞാൽ വഞ്ചിക്കുന്നവൻ. അപ്പം ബലിം ചലയതേ എന്ന് പറഞ്ഞാൽ ബലിയെ വഞ്ചിക്കുന്നവനും എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, വാമനായിട്ട് ഒരു കൊച്ചു കുട്ടിയായിട്ട് വന്ന് ഇതെല്ലാം 3 അടി ദാനമായിട്ട് ചോദിച്ചതിന് ശേഷം ആകാശം മുട്ട വളർന്ന് 2 അടി കൊണ്ട് 3 ലോകങ്ങളും അളന്നെടുത്തു ഇല്ലേ? അപ്പോൾ അവിടെ ഒരു വഞ്ചനയാണ് നടത്തിയത് ഇല്ലേ? അതാണ് ഇവിടെ ബലിം ചലയതേ എന്ന് പറയുന്നത്. പിന്നെ ക്ഷത്രക്ഷയം കുർവതേ എന്ന് പറഞ്ഞാൽ ക്ഷത്രിയന്മാരുടെ, ക്ഷയം എന്ന് പറഞ്ഞാൽ നാശം, കുർവതേ ചെയ്യുന്നത്. അപ്പോൾ ആ ക്ഷത്രിയന്മാരുടെ നാശം വരുത്തുന്നവൻ അതാരാണ്?
പരശുരാമൻ. ഇനി അടുത്ത പൗലസ്ത്യം ജയതേ. പൗലസ്ത്യം ജയതേ എന്ന് പറഞ്ഞാൽ രാവണൻ. പൗലസ്ത്യം എന്ന് പറയുന്നത് ആരാണ്? രാവണൻ. അപ്പോൾ ആ രാവണനെ ജയിക്കുന്നവനും. ഹലം കലയതേ. ഹലം എന്ന് പറഞ്ഞാൽ ഹലായുധം ധരിക്കുന്നവൻ ആരാണ്? ബലരാമൻ. അവിടെ ബലരാമ അവതാരം. ഹലം ധരിക്കുന്നവനും. കാരുണ്യമാതന്വതേ. കാരുണ്യവാനായിരിക്കുന്നവൻ. ആരിൽ? ജീവജാലങ്ങളിൽ കാരുണ്യവാനായിരിക്കുന്നവനുമായ. മ്ലേച്ഛാൻ മൂർച്ഛയതേ. അതായത് മ്ലേച്ഛാൻ മൂർച്ഛയതേ എന്ന് പറഞ്ഞാൽ മ്ലേച്ഛ സമൂഹത്തെ നിഗ്രഹിക്കുന്നവൻ. അതേത് അവതാരാണ്? കൽക്കി അവതാരം. നേരത്തെ കാരുണ്യമാതന്വതേ എന്ന് പറഞ്ഞത് ബുദ്ധാവതാരത്തെയാണ്. ജീവജാലങ്ങളിൽ അനുകമ്പ അല്ലേ, അത് ബുദ്ധാവതാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. മ്ലേച്ഛാൻ മൂർച്ഛയതേ എന്ന് പറഞ്ഞാൽ മ്ലേച്ഛന്മാരെ നിഗ്രഹിക്കുന്നവൻ, അതായത് കൽക്കി അവതാരം. കൽക്കിയായി നിഗ്രഹിക്കുന്നവനും. അപ്പോൾ ഇങ്ങനെ 10 അവതാരങ്ങളെടുത്ത ഭഗവാൻ കൃഷ്ണന് നമസ്കാരം. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ. അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ അർത്ഥം മനസ്സിലായി കാണുമല്ലോ. വേദാനുദ്ധരതേ എന്ന് പറഞ്ഞാൽ വേദങ്ങളെ ഉദ്ധരിച്ചവൻ. മത്സ്യാവതാരം. ജഗന്തി വഹതേ. ജഗത്തിനെ വഹിക്കുന്നവൻ. കൂർമ്മമായിട്ട് ഈ ലോകത്തെ താങ്ങി നിർത്തുന്നവൻ. ഭൂഗോളം ഉദ്ദിഫ്രതേ. ഭൂഗോളത്തെ ഉയർത്തിക്കൊണ്ട് വന്നവൻ ആരാണ്? വരാഹവതാരം. ഇനി ദൈത്യം ധാരയതേ. ദൈത്യനെ പിളർക്കുന്നവൻ, അതായത് പിന്നെ നമ്മുടെ നരസിംഹാവതാരം. ബലിം ചലയതേ. ബലിയെ വഞ്ചിക്കുന്നവൻ, അത് വാമനാവതാരം. ക്ഷത്രക്ഷയം കുർവതേ. ക്ഷത്രിയന്മാരെ നശിപ്പിച്ചതാരാണ്? പരശുരാമൻ. പൗലസ്ത്യം ജയതേ. രാവണനെ ജയിച്ചതാരാണ്? ശ്രീരാമൻ. ഹലം കലയതേ. ഹലം ആയുധമായി ധരിച്ചവനാരാണ്? ബലരാമൻ. കാരുണ്യമാതന്വതേ. ജീവജാലങ്ങളിൽ കാരുണ്യമുള്ളവനാരാണ്? ശ്രീബുദ്ധൻ. മ്ലേച്ഛാൻ മൂർച്ഛയതേ. മ്ലേച്ഛ സമൂഹത്തെ നശിപ്പിക്കുന്നതാരാണ്? കൽക്കി. ഇങ്ങനെ ദശാകൃതി കൃതേ. ഇങ്ങനെ 10 അവതാരങ്ങൾ, 10 രൂപങ്ങൾ ധരിച്ച കൃഷ്ണായ തുഭ്യം നമ. കൃഷ്ണന് നമസ്കാരം. അപ്പോൾ ഇതാണ് നമ്മുടെ അഷ്ടപതി 1-ാം അധ്യായത്തിലെ 12-ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഒരധ്യായം പൂർത്തീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈ അഷ്ടപതി വായിക്കുക, പഠിക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക ഒക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ ഈ അഷ്ടപതി ഇത് വീഡിയോ ഇട്ട സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഈ അഷ്ടപതി 1-ാം അധ്യായം തീരുമ്പോൾ ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടത്തുമെന്ന്. ഉടനെ തന്നെ ഇപ്പം നമ്മൾ അഷ്ടപതി ഓരോ ശ്ലോകവും ഓരോ വീഡിയോ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏകദേശം 11 വീഡിയോ ഈ അഷ്ടപതി 1-ാം അധ്യായവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അത് നമ്മുടെ പ്ലേലിസ്റ്റിൽ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് കാണാത്തവർക്ക് അത് കാണാം. അപ്പോൾ ഇതുമായിട്ട് ഈ അഷ്ടപതി 1-ാമത്തെ ശ്ലോകം തൊട്ട് 12-ാമത്തെ ശ്ലോകം വരെയുള്ളതിനെ അടിസ്ഥാനമാക്കി നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ്, അതിനെ അടിസ്ഥാനമാക്കിയാണ് ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടത്തുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യനുമായിട്ടുള്ള വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് എൻ്റെ വീഡിയോ തന്നെ കാണുന്നവർ മാത്രമല്ല, അഷ്ടപതിയെക്കുറിച്ച് അറിവുള്ള ആർക്കും നമ്മുടെ ഈ ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാം. അപ്പോൾ ഉടൻ തന്നെ ആ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ ഗോപന്മാരും അഷ്ടപതി പാടുക, ജപിക്കുക, നമ്മുടെ രാധാകൃഷ്ണ പ്രണയത്തെക്കുറിച്ച്, ആ പ്രണയത്തെ തൊട്ടറിയുക, ആ പ്രണയത്തിൽ ലയിക്കുക, അവർക്കൊപ്പം ആ പ്രണയലീലകൾ കാണാനും കേൾക്കാനും ഒക്കെ നമുക്ക് ഗോലോകത്തിലെത്തി അവരുടെ ആ ഒരു പ്രണയലീലകളൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ രാധാകൃഷ്ണന്മാർ നമുക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഗോപന്മാർക്കും രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സർവം കൃഷ്ണാർപ്പണമസ്തു.